एनडीए सुहृदगढ़ इंफ्रास्ट्रक्चर से केरला में व्यापार और रोजगार कैसे बढ़ेगा, इसका एक बड़ा उदाहरण विजिंजम पोर्ट है। जब मुझे इस पोर्ट का लोकार्पण करने का अवसर मिला, उसके 6 मंथ्स में ही, 6 महीने में ही करीब 150 वेसल्स और 3 लाख कंटेनर्स को इस पोर्ट पर हैंडल किया गया है। यानी ज्यादा लोगों को रोजगार मिला है और केरला की ट्रेड कैपेसिटी को भी मजबूती मिली है। പ്രിയപ്പെട്ടവരെ, അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ കേരളത്തിന്റെ തൊഴിൽ മേഖല എങ്ങനെ വളരും എന്നതിന്റെ വലിയ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. എനിക്കാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കാനുള്ള അവസരം കിട്ടിയത്. രാഷ്ട്രത്തിന് വിഴിഞ്ഞം സമർപ്പിച്ച 6 മാസത്തിന് ശേഷം വിഴിഞ്ഞത്ത് 150ഓളം വലിയ കപ്പലുകൾ, മദർഷിപ്പുകളും 3 ലക്ഷം കണ്ടെയ്നറുകളുമാണ് വിഴിഞ്ഞം തുറമുഖം വഴി കൈകാര്യം ചെയ്യപ്പെട്ടത്. കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നതോടെ കേരളത്തിന്റെ വ്യാപാര രംഗത്തിന് വലിയ കരുത്തുണ്ടാകും. एनडीए सुहृदगढ़ करप्शन ने केरला के डेवलपमेंट पर ब्रेक लगा दी है। एलडीएफ के राज में बैंकों में भी सेविंग सुरक्षित नहीं है। यहां जो कोऑपरेटिव बैंक स्कैम हुआ, इसमें गरीबों और मिडिल क्लास का पैसा लूटा गया है। किसी ने बच्चों की पढ़ाई के लिए, किसी ने बिटिया की शादी के लिए पैसे जमा कर रखा था, लेकिन लेफ्ट और कांग्रेस के लोगों ने वो भी लूट लिया। ऐसे लोगों को कड़ी सजा देना जरूरी है। आप एक बार बीजेपी को मौका दीजिए। जिसने आपको लूटा है उससे एक रुपया वसूला जाएगा। പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് അഴിമതിയാണ്. എൽഡിഎഫ് ഭരണത്തിൽ കേരളത്തിലെ ബാങ്കുകളിലെ നിക്ഷേപം പോലും സുരക്ഷിതമല്ലാതെയായി മാറി. സഹകരണ ബാങ്കിലെ അഴിമതി മൂലം സാധാരണക്കാരുടെ പണമാണ് കൊള്ളയടിക്കപ്പെട്ടത്. മക്കളുടെ വിദ്യാഭ്യാസത്തിനായും പെൺകുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായുമൊക്കെ സാധാരണ മനുഷ്യർ കരുതി വെച്ച പണമൊക്കെയും ഇടത് വലത് നേതാക്കന്മാർ കൊള്ളയടിച്ചു. ഇവർക്ക് കടുത്ത ശിക്ഷ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അവസരം തന്നാൽ നിങ്ങളുടെ മോഷ്ടിക്കപ്പെട്ട ഓരോ പണവും ഈ മോഷ്ടിച്ചവരിൽ നിന്ന് തന്നെ തിരികെ ഈടാക്കുമെന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്.